ആങ്ങളമാർക്ക് പെണ്ണന്വേഷിക്കുന്ന പെങ്ങന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. മക്കൾക്ക് പെണ്ണന്വേഷിക്കുന്ന അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്വന്തം ഭർത്താവിന് പെണ്ണന്വേഷിക്കുന്ന ഭാര്യയെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഇങ്ങനെ ഒരു ഭാര്യനെ കിട്ടിയ നിങ്ങളെ ഭാഗ്യാന്ന് കൂട്ടിയാ മതി. ഇവിടെ ബാക്കിയുള്ളവർക്ക് രണ്ടാമതൊന്നും കേട്ടാൽ കയ്യും കാലും പിടിച്ചിട്ട് സമ്മതിക്കില്ല. ആർക്ക് എനിക്ക് തന്നെ ഒറ്റ ചവിട്ട് വെച്ചെന്നാണ്ടല്ലോ. ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്ന. തന്റെ അധിക പ്രസംഗം ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ സരസ്വതിന്റെ അമ്മാവിന്റെ ഇടയിൽ ആരെയും ഞാനല്ലേ? തനിക്കിത് പോരാ. സ്കൂളിൽ വെച്ചായത് തന്റെ നല്ല കാല. എനിക്ക് 2-3 പ്രാവശ്യം ചൊറിഞ്ഞു വന്നതാ. എന്തിന്? 2 പൊട്ടിക്കാൻ. ഇവള് ജീവിച്ചിരിക്കുമ്പോ വേറൊരു പെണ്ണിനെ കൊണ്ടുവന്ന് കാണിക്കാൻ തനിക്ക് എങ്ങനെ ധൈര്യം വന്നിടോ? എന്ന് വെച്ചാ കുഞ്ഞലക്ഷ്മി ടീച്ചർ മരിക്കണം എന്നാ മാഷ് പറയുന്നത്. എന്റെ ഭഗവാനെ, അത് ശരി. ഇതാണല്ലേ ഉള്ളിലിരിപ്പ്. ഞാൻ ജീവിച്ചിരിക്കണോണ്ടാ കുഴപ്പമില്ലേ? എന്റെ കുഞ്ഞുലക്ഷ്മി, നീ അതീ പിടിച്ച് കേറി. വേണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ മരിക്കണോ ഇല്ലേ? ഞാൻ പറയണതൊന്ന് കേക്ക്. ഒന്നും പറയണ്ട. കുറെ കാലമായി ഞാനിത് കാണുന്നു. എന്നെ മാഷക്ക് ഒരു വിലയും ഇല്ല. നിനക്ക് തരാട്ട. സരസ്വതി പറഞ്ഞു വിട്ടത് ഞാനാ. അവളെ ആക്ഷേപിച്ച് വിട്ടത് എന്നെ ആക്ഷേപിക്കുന്നതിന് തുല്യ. വേറെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ പറ, ഞാനങ്ങ് മാറിത്തരാം. എന്റെ ഈശ്വര, ഇത് എന്തൊരു ശാപത്. ആ, ഞാൻ മാഷക്കൊരു ശാപ. ഞാൻ മരിക്കുന്നതോടെ എല്ലാ ശാപങ്ങളും. എന്നാ നീ പോയി മരിക്കി. ഞാൻ പോയി മരിക്കും. മരിക്കാൻ ഞാൻ മരിക്കും. ഇനി എന്നെ കാണില്ല. മാഷെ അല്ലാ ചതിച്ചോ ടീച്ചറെ? കുഞ്ഞലക്ഷ്മി ടീച്ചറെ, 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 കുലുമാലൊന്നും ഉണ്ടാക്കല്ലേ. എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. പഠിച്ചോനെ, ഇവിടെ ജനവാതിലും ഇല്ലല്ലോ. ടീച്ചറെ, വാതിൽ എവിടെ? കൂടി കാണാം. ഇന്റെ അല്ലോ, ഇവിടെ തിരിക്കും ഞാൻ. മാഷെ, ടീച്ചർ സ്റ്റൂൾ കയറി. അതിന് ഞാൻ എന്ത് വേണം? തലകുത്തി നിൽക്കണോ? തന്നെ കാര്യം പോടോ. മരം പോലത്തെ മനുഷ്യന്മാർ. അയ്യോ, അവിടെ ഒന്നും കാണിക്കില്ലേ. അവിടെ ഒന്നും ഉണ്ടാക്കല്ലേ. നിങ്ങൾ പോയിട്ട് ആൾക്കാരെ വിളിച്ചോണ്ടാ കൊടുക്ക. നമ്മൾ സത്യം പറഞ്ഞ ആളുകൾ വിശ്വസിക്കില്ല. അപ്പൊ ശരി, പോയിക്കോ. ടീച്ചറെ, ബുദ്ധിമോശമൊന്നും കാണിക്കരുതേ. മാഷേ, 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 ടീച്ചർ സാരി അയച്ചിട്ട്. അത് ശരി, ഷർട്ടിൽ പിടി മാഷേ. അപ്പൊ ടീച്ചർ സാരി അയക്കുന്നത് കാണാൻ നീ ഇവിടെ കിടന്ന് ചുറ്റി തിരിയുന്നല്ലേ? ഇത് അതല്ല, സാരി അയച്ച് ഫാനിൽ കുറുക്കിട്ട് കെട്ടി തൂങ്ങാൻ പോകും. എന്റെ ഈശ്വര, ലക്ഷ്മി, കുഞ്ഞുലക്ഷ്മി, എന്താ നീ ഈ കാണിക്കണേ? ഞാൻ എന്ത് തെറ്റാ? മാഷെ, നിങ്ങളിത് കാണുന്നില്ലേ? ഒറ്റ വീക്ക് വെച്ച് എന്നാലുണ്ടല്ലോ, കാണാതിരിക്കാൻ ഞാൻ എന്താ കണ്ണുപൊട്ടന? എന്റെ പൊന്നു കുഞ്ഞുലക്ഷ്മി, നീ അപകടമൊന്നും കാണിക്കില്ലേ? എന്റെ കുഞ്ഞുലക്ഷ്മി, നീ സ്റ്റൂളുമേ ഇറങ്ങ്. കുഞ്ഞുലക്ഷ്മി, നീ സ്റ്റൂളുമേ ഇറങ്ങാൻ. എപ്പോഴാ മരിച്ചേ? ഒരാഴ്ച. ഇന്ന് വല്ലതും നോക്കിയിട്ട് പോകണം. ഒന്ന് പോയാ ലക്ഷ്മി, മാഷ് പറയും പോലെ ചെയ്യും ടീച്ചറെ. ഞാനിപ്പോ എന്താ വേണ്ടേ? നീ പറയും പോലെ ചെയ്യാം. ആരെ വേണമെങ്കിലും കെട്ടാം, എത്ര വേണമെങ്കിലും കെട്ടാം. നെല്ലികാവിലെ അമ്മയെ പിടിച്ച് സത്യം ചെയ്യും. ടീച്ചർ പറയും പോലെ ചെയ്യും. കുഞ്ഞുലക്ഷ്മി, ഒന്ന് സത്യം ചെയ്തു നോക്കി. നെല്ലിക്കാവിലെ അമ്മയാണ്, ഈ നാട്ടുകാരാണ്. ഞാൻ വേറൊരു പെണ്ണിനെ കെട്ടാം. സത്യം, സത്യം. അങ്ങനെ ദശരഥ മഹാരാജാവ് ഭാര്യമാരോടൊപ്പം സസുഖം വാഴുന്നതിനിടയിൽ ഒരു ദിവസം കൈകേയി ആരെ കൈ കഴുകിന്നല്ല, കൈ വിടാൻ പറഞ്ഞില്ല. വരാന്ന് മിണ്ടരുത്. എന്താണോ ഇവിടെ വരുന്നു? കുഞ്ഞുലക്ഷ്മി ടീച്ചർ തലച്ച് വീണു. എന്റെ ഈശ്വര, എവിടെ? ഇരിക്കൂ. മാഷിന് ഭാഗ്യമുണ്ട്. വഴിപാടുകൾ നടത്തിയതൊന്നും വെറുതെ ആയില്ല. സത്യാണോ ഡോക്ടർ? യെസ്, ഷീസ് കാരി. നമ്മുടെ പ്രാർത്ഥന ഈശ്വരന്മാരെ കേട്ടു. കുഞ്ഞുലക്ഷ്മി, നിനക്കെന്തൊരു സന്തോഷമില്ലാത്തത്? നമുക്ക് പോകാം. ഡോക്ടർക്ക് ഞാൻ എന്താ തരണ്ടേ? എനിക്കല്ല, ടീച്ചർക്കാണ് കൊടുക്കേണ്ടത്. ഒക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. 3 മാസം ഫുൾ ബെഡ് റെസ്റ്റ് എടുക്കണം. പക്ഷേ എനിക്ക് ഇത്തിരി ധൃതി കൂടിപ്പോയില്ലേ? ഏയ്, ഇപ്പൊ തന്നെ നമ്മൾ ഒരുപാട് വൈകി. ഞാൻ സരസ്വതിയുടെ കാര്യാ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നറിഞ്ഞെങ്കിൽ
ഒരിക്കലും രണ്ടാമതൊരു കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ലായിരുന്നു. ദേ ജീപ്പ് വരുന്നു. എന്റെ നെഞ്ച് പടച്ചു പോയല്ലോ. താൻ എന്തായി കാണിക്കണേ? ജീപ്പ് കുറുകെ ചാടിയെന്ന് മാഷെ. തന്റെ ഒരു ബ്രേക്ക്. നിനക്ക് വല്ലതും തോന്നുന്നുണ്ടോ കുഞ്ഞുലക്ഷ്മി? എന്താ തോന്നണേ? സരസ്വതിയെ നമുക്ക് ഒഴിവാക്കാം. അത് വേണോ കുഞ്ഞുലക്ഷ്മി? അവളുടെയും കൂടി ഐശ്വര്യം കൊണ്ടല്ലേ നമുക്ക് ഈ ഭാഗ്യം ഉണ്ടായത്. എന്നാലും ഞാൻ എന്ത് വേണമെങ്കിലും കൊടുക്കാം. എന്റെ പേരുള്ള ചേരുവാപ്പറമ്പ് മുഴുവൻ എഴുതി കൊടുക്കാം. അതൊക്കെ നമുക്ക് സാവകാശം ആലോചിക്കാം. ദേ ഓരോന്ന് ആലോചിച്ച് നീ എന്റെ കുഞ്ഞിന്റെ സമാധാനം കെടുത്തല്ലേ. ആ വാ. പതുക്കെ കുഞ്ഞുലക്ഷ്മി. ഞാൻ ഇറങ്ങിക്കോളാം. കയ്യെന്ന് വിട്. പതുക്കെ. മാഷേ, എന്താ? സരസ്വതി കൊച്ചമ്മ തലചുറ്റി വീണു. നീ ഇത് പിടിച്ചേ. അയ്യോ എന്റെ ഈശ്വര. ശ്രുതി വേണ്ട, കിടന്നോളൂ കിടന്നോളൂ. എന്താ പറ്റിയേ? പേടിക്കാനൊന്നുമില്ല. ഇതൊക്കെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ. ബാലിന് ഈശ്വരാനുഗ്രഹം ഉണ്ടേ. എന്നാ ഞാൻ ഇറങ്ങാ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ട് ജാനിയെ പറഞ്ഞു വെച്ചാ മതി. എന്റെ ഈശ്വര, തരാന്ന് വെച്ചപ്പോ നീ വാരി കോരിയാണല്ലോ തരണത്. സരസ്വതി, ഞാനൊരു സന്തോഷ വാർത്ത പറയട്ടെ. നീ റെസ്റ്റ് എടുക്ക്, ഞാനിപ്പോ വരാം. ദേ സന്തോഷ വാർത്ത പറയാന്ന് പറഞ്ഞിട്ട്. അത് ഇത്തിരി സന്തോഷായിട്ട് പറയാം, അതല്ലേ നല്ലത്. ഒന്ന് വന്നേ. എന്താ? ആ നാണിത്തള്ളോട് പറഞ്ഞ അവരൊക്കെ ശരിയാക്കി തരും. അവരുടെ അടുത്തൊരു പച്ചമരുന്ന് പ്രയോഗമുണ്ട്. പച്ചമരുന്നൊന്നും വേണ്ട, ഇതിന് ഇംഗ്ലീഷ് മരുന്നാ നല്ലത്. ഇപ്പൊ തന്നെ നമുക്ക് അവളെ ഡോക്ടറെ കൊണ്ട് കാണിക്കാം. അല്ലെങ്കിൽ എന്തിനാ ഡോക്ടറെ കൊണ്ട് കാണിക്കണേ? നിനക്ക് വാങ്ങിച്ച മരുന്ന് അവർക്ക് കൊടുത്താ പോരെ? ഞാൻ പറയണത് എന്താന്ന് മാഷൊക്കെ മനസ്സിലാവണില്ല. എനിക്കിപ്പോ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്റെ കുഞ്ഞുലക്ഷ്മി. ഒരേ സമയത്ത് 2 കുട്ടികളുടെ അച്ഛനാവാൻ പോണ എന്റെ സന്തോഷം എന്താണെന്ന് നിനക്കറിയോ? നീ വന്നേടി. നമുക്കിപ്പോ 2 കുട്ടികൾ വേണ്ട. നീ എന്താ ഈ പറഞ്ഞു? സരസ്വതിയുടെ കുഞ്ഞ് നമുക്ക് വേണ്ട. ഇരുചെവി അറിയാതെ നമുക്കത് ഇല്ലാതാക്കാം. ഈ സമ്മാനം തരാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നീ എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചു. ഒരു കുഞ്ഞിനു വേണ്ടി നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടുകളൊക്കെ നീ ഇത്ര വേഗം മറന്നു അല്ലേ? ഗുരുവായൂര് അമ്പലത്തിൽ പോയി ഭജനയിരുന്നു, ശബരിമലയ്ക്ക് പോയി, പഴനി പോയി തല മുട്ടയടിച്ചു. ഇതൊക്കെ എന്തിനു വേണ്ടി? ഒരു കുഞ്ഞിനു വേണ്ടി. എന്നിട്ട് ദൈവങ്ങളെല്ലാം കൂടെ ഒരു കുഞ്ഞിനെ തരാന്ന് വെച്ചപ്പോ നീ അതിനെ നശിപ്പിക്കണമെന്ന് പറയാ. കല്യാണം വേണ്ട വേണ്ട എന്ന് 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞു. എന്നിട്ട് നീ എന്നെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചു. ഒരു കാര്യം നീ ഓർത്തോ, സരസ്വതി പ്രസവിക്കാൻ പോണ കുഞ്ഞും എന്റെ ചോര. നിന്നെ പോലെ തന്നെയാ എനിക്ക് അവള്. രണ്ടുപേരും ട്രെയിനിങ്ങിൽ ഫസ്റ്റായി പാസ്സാവണം. ഹാർഡ് വർക്ക് ചെയ്താൽ പെട്ടെന്ന് ഉയർന്നു പോകാവുന്ന നല്ല പോസ്റ്റാണ്. അവിടുത്തെ MD എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. കുറുപ്പ് മാഷുടെ മക്കളെന്നുള്ള അന്തസ് നിങ്ങൾ പാലിക്കണം. പാലിക്കില്ലേ? എന്റെ വശത്ത് നിന്നും അന്തസ്സില്ലാത്ത ഒരു പെരുമാറ്റം ഉണ്ടാവില്ല. എന്റെ വശത്ത് നിന്ന് ഒരു കുഴപ്പം ഉണ്ടാവില്ലെന്ന് അച്ഛൻ അറിയാമല്ലോ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇനി സമയം കളയണ്ട. മാധവൻകുട്ടി, ഇതെവിടെ പോകുന്നു? അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ? വിശ്വാസം ഇല്ലഞ്ഞിട്ടല്ല, പക്ഷെ എന്തിനെങ്കിലും അവന്റെ മുമ്പിൽ തോറ്റു എന്നറിഞ്ഞാ വെട്ടി നുറുക്കിക്കളഞ്ഞ. അയ്യേ, ഏതെങ്കിലും കാര്യത്തില് നീ അവനേക്കാളും പുറകിലാന്നറിഞ്ഞാ പിന്നെ അമ്മ ജീവിച്ചിരിക്കില്ല. എന്തിനാണ് ഇങ്ങനെ വാശി പിടിപ്പിക്കണേ? തലയിരിക്കുമ്പോ വാലാടണ്ട.